എല്ലാവർക്കും നമസ്കാരം. എപ്പിസോഡ് 43-ൻ്റെ റിവ്യൂ ആണ്. ഉണ്ണിയിൽ പറഞ്ഞൊരു കാര്യത്തിൽ നിന്നിട്ട് തുടങ്ങാം. ഇത് റീഹാബ് അല്ല. ലക്ഷ്മിയുടെ ട്രോമ മാറ്റാനായിട്ട് ഇത് റീഹാബ് അല്ല, ബിഗ് ബോസ് ആണ്. ലക്ഷ്മിയുടെ ലൈഫിൽ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരനുഭവങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ളൊരു ട്രോമ അവർക്കുണ്ടാവാം. ആ ട്രോമയിൽ നിന്നിട്ടാവാം അവർ പല കാര്യങ്ങളും വളരെ ഇമ്മച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ട്രോമയോ മെൻ്റൽ ഇഷ്യൂസോ ഒക്കെ ഉള്ള ആൾക്കാർ അത് പുറത്ത് നിന്ന് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ഈ ബിഗ് ബോസ് പോലെയൊക്കെയുള്ളൊരു ഷോയിലേക്ക് വരിക. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇതിലേക്ക് വരുന്ന സമയത്ത് അവിടെയുള്ള മറ്റുള്ളവരുടെ ലൈഫിനെ, അവരുടെ പേഴ്സണൽ ലൈഫിനെ ഗെയിം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ ലൈഫിനെ തന്നെ ബാധിക്കാവുന്ന പ്രശ്നങ്ങളായിട്ട് അത് മാറാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ ലക്ഷ്മിൻ്റെയും ഒണീലിൻ്റെയും വിഷയത്തിൽ അഭിലാഷ് പറഞ്ഞൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്ന് രാത്രി ഒണീൽ അനുഭവിച്ചിട്ടുള്ളൊരു മെൻ്റൽ ടോർച്ചറിന് മാപ്പ് പറഞ്ഞതുകൊണ്ട് പരിഹാരമാവില്ല. ലക്ഷ്മി തന്നെ പറയുന്നു, ഒരാളെ കൊന്നതിന് ശേഷം പിന്നെ മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. അതേപോലെ പറയുന്നൊരു കാര്യം, ഇതേപോലെ ഫോൾസ് അലിഗേഷൻ നേരിട്ടതിൻ്റെ പേരിൽ ബാധിക്കപ്പെട്ട ഒരാളെ പുറത്ത് എനിക്കറിയാം. അപ്പം അങ്ങനെ ഒരു അനുഭവം ലക്ഷ്മിക്ക് തന്നെ നേരിട്ട് അറിയാമായിരുന്നിട്ടും ഈ വിഷയം, ഈ ഒണീലിൻ്റെ വിഷയം ഇത്രത്തോളം ഇമ്മച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിട്ടുള്ളത് ഒരു പക്ഷേ അവർ നേരിടേണ്ടി വന്നിട്ടുള്ള ട്രോമ കാരണമാവാം. ഈ ബിഗ് ബോസ് പോലെ വളരെ ഈ പ്രഷർ കുക്കറിൽ ജീവിക്കുന്ന പോലൊരു സ്ഥലത്ത് ലക്ഷ്മി സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അത് ലക്ഷ്മിയുടെ ലൈഫിനെ മാത്രമല്ല അവിടെയുള്ള ഓരോരുത്തരുടെയും ലൈഫിനെ മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. രണ്ടാമത്, ലക്ഷ്മി മാപ്പ് പറഞ്ഞിട്ടുള്ളത് ഒണീലിൻ്റെ വിഷയത്തിൽ മാത്രമാണ്. ഈ ആദിലയ്ക്കും നൂറയ്ക്കും എതിരെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ മാപ്പ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, ലക്ഷ്മി ആ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നിട്ടും ഒരാളെ വ്യക്തിഹത്യ നടത്തിയാലും രണ്ടുപേർക്കെതിരെ വളരെ മോശം രീതിയിൽ ഒരു പരാമർശം നടത്തിയാലും ഈ ലക്ഷ്മിക്ക് അവിടെ തുടരാൻ കഴിയുന്നത്, അതായത് നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഉറപ്പ് നൽകുന്ന ഏതൊരു വ്യക്തിക്കും മാന്യമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു അവകാശത്തെ ചോദ്യം ചെയ്താലും ബിഗ് ബോസ് ടീം തന്നെ മുന്നോട്ട് വയ്ക്കുന്ന, അവർ തന്നെ സ്വയം അവകാശപ്പെടുന്ന അവരുടെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഈ ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ ചോദ്യം ചെയ്താലും ലക്ഷ്മിക്ക് റേറ്റിംഗ് തരാൻ കഴിയുമെങ്കിൽ അവിടെ തുടരാം എന്നുള്ളതാണ്. രണ്ടാമത്, ഈ ഒണീലിൻ്റെ വിഷയത്തിൽ മസ്താനിയെ കൈകാര്യം ചെയ്തിട്ടുള്ള ഒരു രീതിയോടും എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം മസ്താനിക്ക് അതൊരു ബാഡ് ടച്ച് ആയിട്ടോ ഗുഡ് ടച്ച് ആയിട്ടോ ഒക്കെ ഉള്ളൊരു സംശയം തോന്നിയതിൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. എന്നാൽ ഈ വിഷയത്തിനെ മസ്താനി കൈകാര്യം ചെയ്തൊരു രീതിയുണ്ട്. അതൊരു തേർഡ് പേഴ്സണോട് പോയി പറഞ്ഞ് ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലേക്ക് ഈ പ്രശ്നത്തിനെ വഷളാക്കിയതിലെ റെസ്പോൺസിബിലിറ്റി മസ്താനിക്കാണ്. അതിനവരെ ചോദ്യം ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ മറിച്ച് അവർ അങ്ങനൊരു ഇതൊരു ഗുഡ് ടച്ച് ആണോ ബാഡ് ടച്ച് ആണോ എന്നുള്ളൊരു സംശയം അവർക്ക് തോന്നിയതിനെ അവരെ ചോദ്യം ചെയ്യുന്നത് റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിനിടയ്ക്ക് റെന പറയുന്നുണ്ടായിരുന്നു ഇത് സംഭവിച്ചപ്പോൾ അത് അപ്പം തന്നെ പ്രതികരിക്കണമായിരുന്നു എന്നുള്ളത്. ഇതേ റെനയ്ക്ക്, ഈ പറഞ്ഞ റെനയ്ക്ക് തന്നെ ഇന്നലെ രാത്രിയിലുണ്ടായ ഒരു സംഭവത്തിൽ, അതായത് ആര്യൻ റെനേൻ്റെ പേഴ്സണൽ സ്പേസിലേക്ക് വരികയും റെനയ്ക്കത് വളരെയധികം അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം റെന അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ റെന നൂറേൻ്റെ അടുത്ത് ഈ കാര്യം സംസാരിക്കുമ്പോൾ നൂറ തിരിച്ച് റെനേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് അപ്പം തന്നെ എല്ലാവരും കേൾക്കുക ഇത് പറയാമായിരുന്നില്ലേ എന്ന്. അപ്പോൾ റെന പറഞ്ഞു, ഞാനത് അപ്പോൾ ഭയങ്കര ഷോക്കായിപ്പോയി, എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി എന്ന്. അപ്പം അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ പ്രതികരിക്കായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് റൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പ്രോപ്പർ എപ്പിസോഡിലേക്ക് വന്നാൽ കഴിഞ്ഞ ആഴ്ച നടന്നിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ കാണിക്കുകയാണ്. അതിനുശേഷം നേരെ ഒണീലിൻ്റെ ആ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ഒണീലിനോട് ചോദിക്കുന്നു, എന്താണ് ഒണീലിന് പറയാനുള്ളതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഒണീൽ പറയുകയാണ്, ഇത് തികച്ചും ക്യാരക്ടർ അസാസിനേഷനാണ് അവിടെ നടന്നിട്ടുള്ളത്, ഫോൾസ് അലിഗേഷനാണ്. ഈ റിഫ്ലക്സിൽ ചെയ്തിട്ടുള്ളൊരു കാര്യത്തിനെ അത് ചിന്തിക്കാത്ത രീതിയിലേക്ക് വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ളൊരു സീനിലേക്ക് കുടുംബത്തിൽ പറക്കാത്തവൻ എന്നൊക്കെ പറയുന്ന അത്രയും മോശമായ രീതിയിലും ലക്ഷ്മി അതിനെ കൊണ്ടുപോയി എന്ന് പറയുന്നു. പിന്നീട് ഇതിനെ പരാതി പറയാനായിട്ട് ക്യാമറേൻ്റെ മുന്നിൽ ചെന്ന് പരാതി പറയുന്ന സമയത്തും ലക്ഷ്മി അവിടെ കൈയടിച്ച് പരിഹസിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ചോദിക്കുന്നു. അതിനുശേഷം ലാലേട്ടൻ മസ്താനിയോട് ചോദിക്കുന്നു, മസ്താനി എന്താണ് ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ മസ്താനി പറയുന്നു, എനിക്ക് അവിടെ ഒരു പ്രഷർ ഫീൽ ചെയ്തു, അപ്പോൾ എൻ്റെ തോട്ടിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മീൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പോൾ അങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളതിൽ എനിക്ക് തെറ്റ് കാണാൻ പറ്റില്ല, ഞാനതിൽ മസ്താനീനെ തെറ്റ് പറയില്ല. പക്ഷേ മസ്താനി അതിനെ കൈകാര്യം ചെയ്ത രീതി തികച്ചും ഇറസ്പോൺസിബിൾ ആയിട്ടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാതിരുന്നൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു തേർഡ് പേഴ്സണോട് പോയി പറയുകയും അവരിതിനെ വളരെ വഷളാക്കി ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലേക്കും ഇതിനെ കൊണ്ടെത്തിച്ചതിനോട് യോജിക്കാനായിട്ട് കഴിയില്ല. പിന്നീട് ആ വീഡിയോ പ്ലേ ചെയ്യുകയാണ്, എന്താണ് അവിടെ നടന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ വീഴാൻ പോയ സമയത്ത് ആ റിഫ്ലക്സിൽ കയറി പിടിച്ചതാണ്. അതിനുശേഷം ലാലേട്ടൻ മസ്താനീൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് ബാഡ് ടച്ച് ആയിട്ട് ഫീൽ ചെയ്തത്, ഞങ്ങൾക്കാർക്കും അങ്ങനെ അല്ലല്ലോ തോന്നിയെന്നുള്ളത്. അങ്ങനത്തെ ഒരു ചോദ്യം എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയുന്നില്ല. കാരണം മസ്താനിക്ക് അവിടെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തു. മസ്താനിക്ക് പുറകിൽ കണ്ണൊന്നുമില്ലല്ലോ, ഇത് വീഴാൻ പോയ സമയത്താണ് കയറി പിടിച്ചതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ
അങ്ങനെ സംശയം തോന്നിയതിൽ മസ്താനിയെ ചോദ്യം ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് അത് ശരിയല്ലല്ലോ എന്നാണ് തോന്നിയത്. എന്നാൽ പിന്നീട് മസ്താനി അതിനെ കൈകാര്യം ചെയ്ത രീതിനെ തികച്ചും ഉത്തരവാദിത്തപരമല്ലാത്ത രീതിയിലായതുകൊണ്ട് തന്നെ അതിനെ ചോദ്യം ചെയ്യേണ്ടതാണ്, അതിനെ വിമർശിക്കേണ്ടതാണ്. അതിനുശേഷം ലക്ഷ്മിൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുകയാണ് ഈ കാണാത്ത കാര്യത്തെക്കുറിച്ച് എന്തിനാണ് ഇത്തരത്തിൽ സംസാരിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ള ഈ 50 സെൻറ്റിമീറ്റർ ഉണ്ടല്ലോ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ കയറിയാലും 50 സെൻറ്റിമീറ്റർ അകലം വെച്ചിട്ടേ ഞാൻ നിൽക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു കേരളത്തിലെ ഏത് ബസ്സിലാണ് അങ്ങനെ 50 സെൻറ്റിമീറ്റർ അകലത്തിൽ നിൽക്കാൻ പറ്റുന്നതെന്ന്. അതിനുശേഷം ലക്ഷ്മി പറയുകയാണ് അത് എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉള്ളത്, ഞാനത് വളരെ ഇമോഷണലായിട്ട് കൈകാര്യം ചെയ്തു, അതിൽ ഞാൻ ഒണിയിലിൻ്റെ അടുത്ത് സോറി പറയുന്നു, ഞാൻ ജെനുവിൻലി സോറി പറയുന്നു, എൻ്റെ ഹൃദയത്തിൽ നിന്ന് സോറി പറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷ്മി വളരെ ആത്മാർത്ഥമായിട്ട് സോറി പറയുന്നുണ്ട് അവിടുന്ന്. അതിനുശേഷം അവിടെ ഇരിക്കുന്ന പലരോടും ലാലേട്ടൻ ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ജിസേലിനോട് ചോദിക്കുന്ന സമയത്ത് ജിസേൽ ഓൾറെഡി തന്നെ ഈ ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്തെ ജിസേലിൻ്റെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്, ഒണിയിലിൻ്റെ ഭാഗത്താണ് അവിടെ ശരിയായിട്ടുള്ളത്. കാരണം ഒണിയിലിനെ ജിസേലിനെ അറിയാം, വളരെ ജെന്റിൽമാൻ ആയിട്ടുള്ള ഒരാളാണ് എന്ന് ജിസേൽ പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഷാനവാസിനോട് ചോദിക്കുമ്പോൾ മസ്താനിയുടെ ഭാഗത്തു നിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു രീതിയാണ് വന്നിട്ടുള്ളത്. കാരണം ആ വീഡിയോ കാണിച്ച സമയത്ത് മസ്താനി അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, അതിനുശേഷം പിന്നീട് വന്നിട്ട് ചീപ്പ് ഗെയിം കളിച്ചു എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത്. അക്ബർ പറയുന്നു ഈ ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞ സോറി എത്രത്തോളം ആത്മാർത്ഥമാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇവിടെ വന്ന സമയത്ത് നിങ്ങൾ ഈ ഉള്ളി സവാളേൻ്റെയൊക്കെ പേരിൽ ചെറിയ ചെറിയ വഴക്കുകളല്ലേ ഉണ്ടാക്കുന്നത്, വലിയ വലിയ വഴക്കുകൾ ഉണ്ടാക്കൂ എന്ന്, വലിയ വലിയ കാര്യത്തിന് ഇതുപോലെ വഴക്കുണ്ടാക്കൂ എന്ന് പറഞ്ഞത് അപ്പം ലക്ഷ്മി ഇതൊരു വലിയ വഴക്കായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്നുള്ളതാണ് അക്ബർ പറഞ്ഞു വയ്ക്കുന്നത്. അതിനുശേഷം അഭിലാഷാണ് പറയുന്നത്. അഭിലാഷ് പറഞ്ഞതാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയത്. അന്ന് രാത്രി ഒണിയിൽ അനുഭവിച്ചിട്ടുള്ളൊരു മെൻ്റൽ ടോർച്ചറിന് ഈ മാപ്പ് പറച്ചിൽ കൊണ്ട് പരിഹാരമാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാണ്. പിന്നീട് റെന അവിടെ പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഒരു റിഫ്ലക്സിൽ പിടിച്ചതാണ്, പക്ഷേ അത് അപ്പം തന്നെ റിയാക്ട് ചെയ്യേണ്ടതിന് പകരം പിന്നീടാണ് അത് വന്ന് റിയാക്ട് ചെയ്തത് എന്നാണ് റെന അവിടെ പറഞ്ഞു വയ്ക്കുന്നത്. പ്രവീൺ പറയുന്നത് മസ്താനി ഇതൊരു ഗെയിമിന് വേണ്ടിയിട്ട് ചെയ്തതല്ല, പ്ലാൻ ചെയ്തതല്ല, പക്ഷെ അന്ന് കാല് പിടിക്കുന്നത് പോലെ ഇത് പബ്ലിക്കായിട്ട് പറയരുത് എന്നുള്ള രീതിയിൽ പ്രവീണിൻ്റെ അടുത്തും ലക്ഷ്മീൻ്റെ അടുത്തും പറഞ്ഞിരുന്നതാണ് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ജിഷിൻ പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫ്രീ ആയിട്ടൊരു ഗെയിം കളിക്കാൻ പോലും പേടിയായി തുടങ്ങി എന്ന് ജിഷിൻ പറയുന്നു. പിന്നീട് അനുമോള് പറയുന്നത് ഇത് പറയുന്ന ടൈമിലും പിന്നെ മസ്താനി ഭയങ്കര ചിരിച്ചിട്ടൊക്കെയാണ് ഈ കാര്യങ്ങൾ അവിടെ പറയുന്നതെന്ന്, അപ്പം മസ്താനിൻ്റെ ഗെയിം ആണോ എന്ന് ഉള്ളൊരിതിൽ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ മസ്താനിനോട് ചോദിക്കുന്നു ആണോ മസ്താനി ഇതൊരു കോണ്ടന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതാണോ എന്ന് പറയുമ്പോൾ മസ്താനി പറയുന്നു അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഫീലിങ്ങിനെ പറ്റി എനിക്ക് തോന്നിയിട്ടുള്ളൊരു ഫീലാണ് ഞാൻ പറഞ്ഞതെന്ന് മസ്താനി പറയുന്നുണ്ട്. പിന്നീട് ലക്ഷ്മീൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നു ഇത് ഇത്രയും വലിയൊരു പ്രശ്നമാക്കി മാറ്റാനായിട്ട് എന്താണത് തോന്നാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നു മസ്താനി അത്രയും നേരം ഇത് സംഭവിച്ചു കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടും ഇതിൽ പ്രതികരിച്ചില്ല, അപ്പോൾ അതിലാണ് ഭയങ്കരമായിട്ടും ദേഷ്യം തോന്നി പ്രതികരിച്ചതെന്ന് പറയുന്നു. ലാലേട്ടൻ പറയുന്നു നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവർ, കുടുംബത്തിൽ പിറക്കാത്ത ആൾക്കാർ, അവിടെ ഇപ്പോൾ ഏറ്റവും മോശമായിട്ട് സംസാരിക്കുന്ന ഒരാൾ ലക്ഷ്മിയാണ് എന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാരണം എല്ലാവരെയും മാന്യത പഠിപ്പിക്കാനായിട്ട് വന്ന ഒരാളാണ് ലക്ഷ്മിയാണ് ഈ വീട്ടിലപ്പോൾ ഏറ്റവും മോശമായിട്ട് ഇപ്പം സംസാരിക്കുന്നതെന്ന് കൃത്യമായിട്ട് ലാലേട്ടൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒണിയിലിൻ്റെ അടുത്ത് ലാലേട്ടൻ പറയാണ് ഒണിയിൽ നിങ്ങളെ പറ്റി ഞങ്ങൾക്കോ വീട്ടുകാർക്കോ പ്രേക്ഷകർക്കോ യാതൊരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഇല്ല. അതിനുശേഷം ഒണിയിലിൻ്റെ അമ്മേനെ ഫോണിൽ കണക്ട് ചെയ്യുകയാണ്, ഒണിയിലുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. അപ്പം അമ്മ പറയാണ് ഞങ്ങൾക്ക് നിന്നെ ഓർത്തിട്ട് അഭിമാനം മാത്രമേ ഉള്ളൂ, നീ ഒരു തരത്തിലും ഈ കാര്യത്തിൽ വിഷമിക്കേണ്ട കാര്യമില്ല എന്ന അമ്മ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ഇവരോട് എല്ലാവരോടുമായിട്ട് പറയാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇതൊരു സൊസൈറ്റീൻ്റെ ഭാഗമാണ്, നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കഥ പോലെയാണ്, ഒരാളൊരു കാര്യം പറയുന്നു അത് പലരിലേക്ക് എത്തി അവസാനം ആദ്യം പറഞ്ഞ കഥയായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല എന്നുള്ളതും ലാലേട്ടൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം ക്യാപ്റ്റനായിട്ടുള്ള അഭിലാഷിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എല്ലാവരോടും ചോദിക്കുകയാണ്. അതിൽ അനീഷ് പറയുന്നു നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അതിശയം. അപ്പോൾ ലാലേട്ടൻ തന്നെ അവിടെ ഇരുന്ന് പറയുന്നു ഇവിടെ ആരോ പറയുന്നു അനീഷ് ആരെ പറ്റി ഒരാളെ പറ്റി നല്ലത് പറയുന്നു എന്ന് പറഞ്ഞിട്ട് നല്ല ക്യാപ്റ്റൻ ആയിരുന്നു എന്നുള്ളതാണ് അനീഷിൻ്റെ അഭിപ്രായം. അതിൽ അനുമോളോട് ചോദിക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടോയ്ലറ്റ് മാത്രം ക്യാപ്റ്റന് നോക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ജിസേലാണ് ടോയ്ലറ്റ് ടീമിൻ്റെ ക്യാപ്റ്റൻ. ജിസേലിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ പറയുന്നു എൻ്റെ കൈ ഇങ്ങനെ പൊട്ടിയിരിക്കുകയാണ്, അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുതെന്ന്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ വെസൽ ക്ലീൻ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ലേ, അപ്പം നെവിൻ്റെ പാത്രം മാത്രമാണ്, ഞാനൊരു പ്ലേറ്റ് മാത്രമാണ് കഴുകിയിട്ടുള്ളതെന്ന് ജിസേൽ അവിടെ നിന്ന് പറയുന്നു. അപ്പം നെവിനോട് എന്തുകൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് എന്തുകൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചില്ല എന്ന് ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് ജിസേൽ പറയുന്നു നെവിൻ ഞാൻ പറഞ്ഞാൽ ഒന്നും കേൾക്കില്ല എന്ന്. ലാലേട്ടൻ നെവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നെവിൻ ഇത് വളരെ മോശമാണ്, നെവിൻ എല്ലാ കാര്യത്തിലും ഇതേപോലെ തന്നെ
ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ എല്ലാം ഒരു കളിയാക്കിയിട്ട് മാത്രം കണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരാളാണ്. എപ്പോൾ വേണേലും കിടന്നുറങ്ങാം. എത്ര വാണിംഗ് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ഈ ഉറങ്ങുന്നതിനെതിരെ. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു എനിക്കും മടുത്തു എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് നെവിൻ ഇത് വളരെ മോശമാണ്. അപ്പോൾ നെവിൻ പറയുന്നു ഞാൻ ഇനി മുതൽ കേൾക്കാം. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നു അപ്പോൾ ഇത്രയും കാലം കേട്ടില്ല എന്നുള്ളതല്ലേ അതിനർത്ഥം? തമാശയൊക്കെ ആകാം, പക്ഷെ അത് എല്ലാവർക്കും സ്വീകാര്യമാവുന്ന തരത്തിൽ പറയണം അല്ലെങ്കിൽ ചെയ്യണം എന്ന് ലാലേട്ടൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നു. അതിനുശേഷം ഈ പാത്രം കഴുകാത്തതിനെ പറ്റിയിട്ട് അനീഷും ആര്യനുമായിട്ട് നടന്നിട്ടുള്ളൊരു വഴക്കിൻ്റെ കാര്യം പറയുന്നു. അപ്പോൾ അനീഷ് പറയാണ് ആര്യൻ്റെ ബേസിക് സ്വഭാവമാണ് ഈ പാത്രം കഴുകാതെ പോകാന്നുള്ളത്. അതിൽ കഴിച്ചിട്ട് വെച്ചിട്ടുള്ള ഈ കറിവേപ്പിലെ മുളകും പോലും എടുത്ത് വേസ്റ്റ് ബിന്നിൽ ഇടാതെയാണ് അത് അവിടെ വെച്ചിട്ട് പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ആര്യൻ എണീറ്റ് പറയുന്നു ലാലേട്ട ഏത് ക്യാമറയിൽ വേണമെങ്കിലും ചെക്ക് ചെയ്തോളൂ, ഞാൻ എൻ്റെ പാത്രം എപ്പോഴും കഴുകുന്നതാണ്. പാത്രം കഴുകാൻ ചെന്ന സമയത്ത് അവിടെ പിന്നെ ഇവർ പാത്രം കഴുകിക്കൊണ്ടിരിക്കുക, അപ്പോൾ അത്രയും നേരം ഞാൻ അവിടെ നിൽക്കേണ്ടി വരുമല്ലോ എന്നൊക്കെ അതുകൊണ്ടാണ് അവിടെ വെച്ചിട്ട് പോയത് എന്നൊക്കെ ആര്യൻ അവിടെ നിന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുകയാണ് ഇത് പാത്രം അവിടെ വെച്ചിട്ട് അക്ബറിൻ്റെ അടുത്ത് പോയിട്ട് കഴുകി എന്ന് കള്ളത്തരം പറഞ്ഞു എന്നൊക്കെ. ലാലേട്ടൻ ഇന്നലെയും ഇവരോട് പറയുന്നുണ്ട് ഈ അവരവർ കഴിച്ച കപ്പും പാത്രവും ഒക്കെ ഇപ്പോഴും നിങ്ങളിത് കഴുകാതെ വെച്ചിട്ട് പോകുന്നത് എന്താണ് എന്ന്. ഒരു മാറ്റവും ഇല്ല. ഇന്ന് രാവിലെ ഇപ്പം ലൈവിൽ കാണുന്നു കഴിച്ചിട്ട് പോയിട്ടുള്ള പാത്രം ആ വേസ്റ്റോട് കൂടി തന്നെ അവിടെ വെച്ചിട്ട് പോയിരിക്കുന്നു, കപ്പുകളൊന്നും കഴുകാതെ വെച്ചിരിക്കുന്നു എന്ന്. ഇത്രയും വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യങ്ങൾ പോലും ചെയ്യാനായിട്ടൊരു മര്യാദ ഇല്ലാത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് പറയാനാണ്? ഇത് തുടങ്ങിയ സമയം മുതൽ, തുടങ്ങിയ ആഴ്ച മുതൽ ലാലേട്ടനും പറയുന്നുണ്ട്, അവിടെ വരുന്ന ഓരോ ക്യാപ്റ്റന്മാരും ഇതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഒരാളും അത് കൃത്യമായിട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനുശേഷം ലാലേട്ടൻ പറയുകയാണ് ഈ എല്ലാ ദിവസവും പ്രശ്നം കിച്ചണിൽ നിന്നാണല്ലോ, ഈ ചെറിയ പാത്രം വലിയ പാത്രം ചായക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നിയും ജിസേലും ആയിട്ടുള്ളൊരു പ്രശ്നം അവിടെ എടുത്തു വയ്ക്കുന്നു. അപ്പോൾ ബിന്നീൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്താണ് പാത്രം കഴുകാതിരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പം ഈ പാത്രം കഴുകിയില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ ജിസേൽ വലിയ പാത്രം വേണമെന്നുള്ളത് പറഞ്ഞില്ല, ചെറിയ പാത്രത്തിൽ തന്നെ ചായ വെച്ചു, കപ്പ് വേണമെന്നാണ് ആദ്യം പറഞ്ഞത് എന്നൊക്കെ ബിന്നി പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ അവിടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് ചായ ഉണ്ടാക്കി കൊടുക്കാറ് എന്നുള്ളൊരു വിഷയത്തിനെ അവിടെ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിസേലിൻ്റെ അടുത്ത് വളരെ ക്ലിയർ ആയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നു ജിസേൽ അവിടെ ഫേവറേറ്റിസം കാണിക്കാറുണ്ടോ? ഈ ചായ ഇട്ടും ഭക്ഷണം കൊടുത്തും ഈ ആൾക്കാർക്ക് കൊടുക്കുന്നത് അവരുടെ സ്നേഹം പിടിച്ചു പറ്റാനാണോ, അത് ജിസേലിൻ്റെ ഗെയിം ആണോ എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ലാലേട്ടൻ അവിടെ ചോദിക്കുന്നുണ്ട്. ഒരു ബൗളിൽ കുറച്ച് ചിറ്റുകൾ ഇട്ടിട്ട് അതിൽ ഓരോന്നെടുത്തൊക്കെ കാണിച്ചിട്ടാണ് ചോദിക്കുന്നത്. ഏതായാലും വിഷയം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് ജിസേലിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റെനയൊക്കെ പറയുന്നു ജിസേൽ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്ബറിനും ആര്യനും ഷാനവാസിനും മാത്രമാണ് കൊടുക്കുന്നത്, ഞാൻ ചിലപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്കും തരാറുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ലാലേട്ടൻ കൃത്യമായിട്ട് തന്നെ ചോദിക്കുന്നു അത് ജിസേലിൻ്റെ ഒരു ഗെയിം ആണോ എന്നുള്ളത് ചോദിച്ചു വയ്ക്കുന്നുണ്ട്. അത് ജിസേലിൻ്റെ ഗെയിം കളിക്കൂ എന്നുള്ളത് ലാലേട്ടൻ അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജിസേലിന് മനസ്സിലാക്കി ആൽ നല്ലത്, പക്ഷെ അങ്ങനെ ആകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം ജിസേൽ വന്ന സമയം തൊട്ടേ കൊണ്ടുപോകുന്ന ഒരു ഗെയിമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി കൊടുത്ത് സ്നേഹം പ്രകടിപ്പിച്ച് സ്വാധീനിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇവരാരും ജിസേലിനെതിരെ സംസാരിക്കില്ലല്ലോ എന്നുള്ളതാണ്. അതിനുള്ള റിസൾട്ടും ഉണ്ട്. കാരണം അക്ബർ ഒന്നും ജിസേലിനെതിരെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കില്ല. സംസാരിച്ചാൽ തന്നെ പിന്നീട് ജിസേലിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനായിട്ട് പുറകെ നടന്നുള്ള ശ്രമങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് ഈ തക്കാളിയും ക്യാരറ്റും, അതായത് പിന്നെ ക്യാരറ്റ് അനുമോളെടുത്ത് കഴിച്ചതിനെ പറ്റിയിട്ടും അതിന് പ്രവീൺ അതിനെതിരെ സംസാരിച്ചതിനെ പറ്റിയിട്ടും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നു അത് ഫ്രീസറിൽ ഇരുന്ന കുറേ പഴക്കമുള്ളൊരു ക്യാരറ്റാണ് ഞാനെടുത്ത് കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. പിന്നീട് ഈ ആര്യനും മസ്താനിയൊക്കെ കൂടെ ഈ ആര്യനെ പിടിച്ച് മസ്താനി തള്ളിയും അനുമോളുടെ മേഘത്ത് കൊണ്ടുപോയി വെള്ളം ഒഴിക്കുകയൊക്കെ ചെയ്തതിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ മസ്താനി പറയുന്നു അത് ആര്യൻ പറഞ്ഞതനുസരിച്ചിട്ടാണ്, ആര്യൻ പറഞ്ഞു എന്നെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആര്യനെ പുഷ് ചെയ്തത് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ അക്ബറും അനുമോളുമായിട്ട് ഈ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എനിക്ക് തന്ന പൈസയ്ക്ക് റേറ്റിംഗ് കൂട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ തമ്മിലുണ്ടായ ഒരു വഴക്കിനിടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അത് മസ്താനി വന്നിട്ട് ആര്യനെ തള്ളുന്നു, ആര്യൻ കൊണ്ടുപോയിട്ട് വെള്ളം അനുമോളുടെ മേത്ത് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനീൻ്റെ അടുത്ത് ചോദിക്കുന്നു മസ്താനിയുടെ ദേഹത്ത് തൊട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നം, പക്ഷേ ആരെങ്കിലും തള്ളാൻ പറഞ്ഞു കഴിഞ്ഞാൽ തള്ളുന്നതിൽ ഒരു പ്രശ്നവും ഇല്ലേ എന്നുള്ളത് മസ്താനീൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ സാബുമാനോട് സംസാരിക്കുകയാണ്. അപ്പോൾ സാബുമാൻ 2 ആഴ്ച എല്ലാവരെയും പഠിച്ചതിന് ശേഷം ഗെയിം തുടങ്ങാമെന്നൊക്കെ ലാലേട്ടനോട് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ എല്ലാവരെയും പഠിച്ചു കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സാബുമാൻ എന്തിനാണ് അവിടെ വന്നതെന്ന് അറിയോ എന്നൊക്കെ ലാലേട്ടൻ തിരിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സാബുമാൻ പറയാണ് ഞാൻ ഫ്ലോർ ടീമിൻ്റെ ക്യാപ്റ്റനാണ്, ഞാൻ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ സാബുമാൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. എന്തിനാണ് വന്നതെന്ന് സാബുമോന് പോലും അറിയില്ല.
എന്നാലും സാബുമാൻ അവിടെ നിൽക്കുന്നു എന്നുള്ളത് ഭയങ്കര അതിശയമാണ്. അതിനുശേഷം ഈ പ്രവീണിൻ്റെ മെയിൻ ക്യാപ്റ്റൻ്റെ ഒക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് ലാലേട്ടൻ പൊളിച്ചു കൊടുക്കുകയാണ്. നെവിൻ കുക്കീസ് ഉണ്ടാക്കിയ സമയത്ത് നെവിന് കാവൽ നിൽക്കുകയും അനുമോൾ കുറച്ച് ചോറെടുക്കാൻ വന്ന സമയത്ത് കറിയൊന്നും എടുക്കാൻ പറ്റത്തില്ല, വൈകുന്നേരത്തേക്കും കൂടിയുള്ള കറിയാണെന്നും പറഞ്ഞ് പ്രവീൺ അനുമോളുടെ നേരെ ദേഷ്യപ്പെട്ടതിനെയൊക്കെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുകയാണ്. അങ്ങനെ പ്രവീണിൻ്റെ അടുത്ത് ഈ വിഷയത്തിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. നെവിനെ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് സഹായിച്ചതിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പ്രവീൺ പറയുകയാണ്, ഈ എല്ലാവരും കിച്ചൺ ക്യാപ്റ്റൻ വളരെ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയും, പക്ഷേ ക്യാപ്റ്റൻസി ടാസ്ക് വരുന്ന സമയത്ത് ആരും അങ്ങനെ നോമിനേറ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. അതിനുശേഷം പ്രവീൺ അതിനുശേഷം ക്യാമറയിൽ നോക്കിയിട്ട് പറഞ്ഞിരുന്നല്ലോ, ഈ അടുത്ത ആഴ്ച മുതൽ ഞാനിവിടെ ഉണ്ടെങ്കിൽ ഇവിടെയുള്ള മുഴുവനും ഞാനെടുത്ത് കഴിക്കുമെന്ന്, ഇവിടെ മൊത്തം അലമ്പാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ലാലേട്ടൻ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ തീരുമാനിച്ചിരുന്നു, ഇനി അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഉള്ള മുഴുവനും ഞാനെടുത്ത് കഴിക്കാൻ പോവാണ്, അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോവാണെന്ന്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, അതിന് പ്രേക്ഷകർ നിങ്ങളെ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല, കാരണം പ്രേക്ഷകരുടെ വിധിപ്രകാരം പ്രവീൺ എവിക്റ്റഡ് ആണ് എന്ന് പറയുന്നു. അത് വളരെ അൺഫെയർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഈ സാബുമാനെയൊക്കെ പോലുള്ള ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് പ്രവീൺ എവിക്റ്റായി പോവുക എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രവീൺ അത്യാവശ്യമൊക്കെ ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. സാബുമാനാണെങ്കിൽ എന്തിനാണ് അവിടെ വന്നതെന്ന് പോലും അറിയാതെ നിൽക്കുന്ന ഒരാൾ. ശരിക്കും ഗെയിം കളിക്കണമെന്ന് ആഗ്രഹമുള്ള, അവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ അവിടെ നിർത്തുക, അല്ലാത്ത ആൾക്കാരെയൊക്കെ പുറത്താക്കുക. ഈ പ്രവീൺ എവിക്റ്റായി വന്നതിന് ശേഷം പറയുന്നുണ്ട്, ഈ ബാഗിൽ ഇരിക്കുന്ന ആൾക്കാരെയൊക്കെ എത്രയും പെട്ടെന്ന് എവിക്റ്റ് ചെയ്ത് വിടുക, അല്ലാതെ ഗെയിം കളിക്കണം, അവിടെ ഗെയിം കളിക്കേണ്ടവരാണ് അവിടെ നിൽക്കുന്നതെന്നൊക്കെ പ്രേക്ഷകരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രവീണിന് ഈ ബിന്നീൻ്റെ അടുത്തും മനീഷിൻ്റെ അടുത്തൊക്കെ ഈ ഗെയിം കളിക്കുന്നതിനിടയ്ക്ക് നടന്നിട്ടുള്ളത് വളരെ വ്യക്തിപരമായിട്ട് പ്രവീൺ എടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇറങ്ങുന്ന സമയത്ത് അവരോട് ബിഹേവ് ചെയ്ത രീതി വെച്ചിട്ട് അങ്ങനെ തോന്നുന്നു. ഏതായാലും പ്രവീൺ എവിക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ബാക്കി ഈ എവിക്ഷനിലുള്ള ആൾക്കാർക്ക് ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഈ എവിക്ഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ഉൾപ്പെടാത്ത ആൾക്കാരുണ്ടല്ലോ, അവർ ഇൻറ്റു മാർക്കും ടിക്ക് മാർക്കും, അവിടെ നിൽക്കണം എന്നാഗ്രഹമുള്ള ആൾക്കാർക്ക് ടിക്ക് മാർക്കും പുറത്തു പോകണം എന്നുള്ള ആൾക്കാർക്ക് ഇൻറ്റു മാർക്കും കൊടുക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ ഇൻറ്റു മാർക്ക് കിട്ടിയിട്ടുള്ളത് ലക്ഷ്മിക്കാണ്. അപ്പോൾ ലക്ഷ്മിനോട് എന്ത് തോന്നുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളൊരു മോശം റിയാക്ഷൻ കാരണം സംഭവിച്ചിട്ടുള്ളതാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഒണീലിനോട് ചോദിക്കുന്നു, ലക്ഷ്മി പറഞ്ഞിട്ടുള്ള മാപ്പ് ഒണീൽ സ്വീകരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒണീൽ പറയുന്നു, പുരുഷന്മാരോടൊക്കെ മാപ്പ് പറയണം, കാരണം ഇതുപോലെ ഫോൾസ് അലിഗേഷൻ നേരിട്ട് പ്രശ്നത്തിലായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പുറത്തുണ്ട്, അതുകൊണ്ട് പുരുഷന്മാരോട് ഒന്നടങ്കം ലക്ഷ്മി മാപ്പ് പറയണം എന്ന് പറയുന്നു. അപ്പോൾ ലക്ഷ്മി അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ മാപ്പ് പറയുന്നു. അതിനുശേഷം മസ്താനി ആണ് എവിക്റ്റ് ആവുന്നത്. വളരെ സന്തോഷം. ഒരാഴ്ച മുമ്പേ പോയിരുന്നെന്നുണ്ടെങ്കിൽ അത്രയും നെഗറ്റിവിറ്റി കുറഞ്ഞു കിട്ടിയേനെ. ഈ കഴിഞ്ഞ ഒരാഴ്ച വളരെ സമാധാനമായിട്ട് ഈ പ്രേക്ഷകർക്ക് ഗെയിം കാണാനും ഒരാളെ മോശം രീതിയിൽ, അല്ലെങ്കിൽ ഒരാളുടെ മെൻ്റൽ ഹെൽത്ത് മോശം രീതിയിലേക്ക് ആവാതിരിക്കാനും, ഈ ഒണീലിൻ്റെ വിഷയത്തിലൊക്കെ വളരെ മോശം രീതിയിലാവാതിരിക്കാനും അത് സഹായിച്ചേനെ. ഒരുപാട് സന്തോഷം പോയതിൽ. നേരത്തെ പോകേണ്ടതായിരുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിലേക്ക് വരാൻ പോലും മസ്താനിക്ക് അർഹതയുണ്ട് എന്ന് മസ്താനീൻ്റെ ഈ ബിഗ് ബോസിലുള്ള പ്രവൃത്തി വെച്ചിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതായാലും മസ്താനി എവിക്റ്റ് ആയിരിക്കുകയാണ്. ആ സമയത്ത് ആര്യൻ്റെയും ജിസേലിൻ്റെയും ഒരു സന്തോഷ പ്രകടനം ഉണ്ടായിരുന്നു. കാരണം അപ്പാനി ശരത്ത് പോയ സമയത്ത് മസ്താനി ഭയങ്കരമായിട്ട് സന്തോഷം കാണിച്ചതിന് പ്രതികാരം വീട്ടാൻ വേണ്ടിയിട്ട് ആര്യനും അതുപോലെ തന്നെ ജിസേലും ഒക്കെ കൂടെ ഈ പുലികളീൻ്റെ മറ്റേ മാസ്ക് ഒക്കെ വെച്ചിട്ട് മസ്താനീൻ്റെ മുന്നിൽ കിടന്നിട്ട് ഡാൻസ് കളിക്കുകയാണ്. മസ്താനി അവിടെ ആരോടും വലിയ അറ്റാച്ച്മെൻ്റ് ഒന്നും കാണിക്കാതെ അനുമോളൊക്കെ കരഞ്ഞുകൊണ്ട് വന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം അതിന് നിന്ന് കൊടുക്കാതെ ആരോടും വലിയ സ്നേഹമൊന്നും തന്നെ കാണിക്കാതെ തന്നെ മസ്താനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അതിനുശേഷം അനുമോൾ മാത്രമാണ് അവിടെ ഇരുന്ന് കരയണത്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷേ അനുമോൾ കരയുന്നുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവർക്കും ഭയങ്കര സന്തോഷം. അക്ബറും ആര്യനും ജിസേലും ബിന്നിയും റെനയൊക്കെ വന്ന് ക്യാമറയുടെ മുമ്പിൽ അപ്പാനീൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പ്രതികാരം വീട്ടിയിട്ടുണ്ട്, നീ പോയപ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ ഭയങ്കര ചിരിച്ചും കളിച്ചുമൊക്കെ നിന്നിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നു. അങ്ങനെ ആ എപ്പിസോഡ് ലാലേട്ടൻ്റെ ആ ഒരു ഭാഗം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, അടുത്ത ആഴ്ച ഈ വരുന്ന ആഴ്ചയിൽ ബിഗ് ബോസിൻ്റെ വീടൊരു ഹോട്ടലായിട്ട് മാറാൻ പോവുകയാണ്. അപ്പോൾ ഹോട്ടൽ ടാസ്ക്കാണ്, അതിൽ ചലഞ്ചേഴ്സൊക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ അനീഷ് വന്നിട്ടൊരു ലെറ്റർ വായിക്കുകയാണ്. ഈ കഴിഞ്ഞ ആഴ്ച മികച്ച മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജിഷിനും
റെനയ്ക്കും ഒണീലിനും, അതായത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് സെലക്ട് ചെയ്തപ്പെട്ട ആൾക്കാർക്കാണ് ഈ പിഗ്ഗി ബാങ്കിൽ ഇടാനായിട്ടുള്ള കോയിൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവരോടത് ഈ റീഗൽ ജുവലേഴ്സിൻ്റെ പിഗ്ഗി ബാങ്കിൽ അതുകൊണ്ട് ഇന്ന് നിക്ഷേപിക്കാൻ പറയുന്നു. അതിനുശേഷമാണ് ഈ റെനേൻ്റെ ഈ പ്രശ്നം തുടങ്ങുന്നത്. അതായത് ആര്യൻ്റെ കട്ടിലേക്ക് നെവിൻ വന്ന് കിടക്കുന്നു. അപ്പോൾ ആര്യൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് വേറെ കട്ടിലേക്ക് മാറി കിടക്കുന്നു. കിടക്കാനായിട്ട് പോകുന്ന സമയത്ത് റെന അവിടെ വന്ന് കിടക്കുമ്പോൾ റെനേൻ്റെ മേത്തേക്ക് ആര്യൻ വന്നിട്ടിങ്ങനെ കിടക്കുന്നത് പോലൊരു ആക്ട് ചെയ്യുകയാണ്. അത് റെനയ്ക്ക് വളരെയധികം അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്തു. റെന പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് അത് മാറുന്നുണ്ട്. പക്ഷേ റെന ആ സമയത്തൊന്നും പ്രതികരിച്ചില്ല. പക്ഷേ റെന വളരെ അൺകംഫർട്ടബിളായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അത് ആര്യൻ ചെയ്തത് തന്നെയാണ് അവിടെ തെറ്റ്. കാരണം അത് കഴിഞ്ഞിട്ട് ആര്യൻ പറയുന്നൊരു കാര്യം, അത് അവിടെ എൻ്റെ കട്ടിലല്ലേ എന്ന്. അങ്ങനെ ബിഗ് ബോസിൽ പേഴ്സണലായിട്ടുള്ള കട്ടിലുകളൊന്നും അവിടെ ഇല്ല ആർക്കും. ഏതായാലും ഇന്നത്തെ ലൈവിലാണ് ബാക്കി നടക്കുന്നത്. അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഇവിടെ ആര്യൻ്റെ ഭാഗത്താണ് തെറ്റിട്ടുള്ളത്. കാരണം ആ കട്ടിലയിൽ അങ്ങനെ കിടന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരാളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരു പേഴ്സണൽ സ്പേസിലേക്ക് അങ്ങനെ പോകാമെന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല. അതിലെ തെറ്റ് ആര്യന് മനസ്സിലായിട്ടുമില്ല. അതിൽ കിടന്ന് വാദിക്കുന്നുണ്ട് ആര്യൻ. ഏതായാലും റെന അതിന് ശേഷം അവിടെ കിടന്ന് കരയുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വലിയ ബഹളമായിട്ട് വീട്ടിലിപ്പോൾ മാറിയിട്ടുമുണ്ട്. ഏതായാലും എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് ഉണ്ടായിരുന്നത്.